ഒരിടത്ത് വളരെ പണ്ടുകാലത്ത് ലോകം ഇപ്പോൾ കാണുന്നത് പോലെയല്ലായിരുന്നു. അന്ന് ആകാശവും ഭൂമിയും എല്ലാ ജീവികളും ഉണ്ടാകുന്നതിനു മുമ്പ് ടൈറ്റന്മാർ എന്ന വലിയ ദൈവങ്ങളായിരുന്നു ഭരിച്ചിരുന്നത്. അതിനു മുൻപ് ഈ ലോകത്ത് വളരെ ശക്തിശാലികളായ ചില ജീവികൾ ജീവിച്ചിരുന്നു. അവരായിരുന്നു ഹെക്കറ്റോൺഗെറസ്. പേര് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഓർക്കാൻ പ്രയാസമായിരിക്കും, അല്ലേ? ഇതിനർത്ഥം 100 കൈകളുള്ളവർ എന്നാണ്. ഈ ഭീമാകാരന്മാർക്ക് ശരിക്കും 100 കൈകളും 50 തലകളും ഉണ്ടായിരുന്നു. സങ്കല്പിക്കാൻ പോലും പ്രയാസമാണ്, അല്ലേ? ഈ ഹെക്കറ്റോൺഗെറസ് ഭീമന്മാരുടെ അച്ഛൻ ആകാശത്തിന്റെ ദൈവമായ യുറാനസ് ആയിരുന്നു. അമ്മ ഭൂമിയുടെ ദേവതയായ ഗൈയും. അവർക്ക് 3 മക്കളുണ്ടായിരുന്നു: ബ്രിയാരിയസ്, കോട്ടസ്, ഗൈജസ്. ഈ 3 പേരും 100 കൈകളും 50 തലകളുമുള്ളവരായിരുന്നു. അവരെ കണ്ടാൽ ആർക്കും പേടിയാകും. അത്ര ഭീകരമായിരുന്നു അവരുടെ രൂപം. 100 കൈകളിൽ ഓരോന്നിലും ഓരോ ആയുധം പിടിച്ചിരിക്കുന്നത് പോലെ, 50 തലകളിൽ നിന്ന് പലതരം ശബ്ദങ്ങൾ പുറപ്പെടുന്നത് പോലെ. എന്നാൽ അവർ വളരെ ശക്തിശാലികളും ലോകത്തിലെ ഏറ്റവും ശക്തരുമായിരുന്നു. യുറാനസ് എന്ന അച്ഛൻ തന്റെ മക്കളായ ഹെക്കറ്റോൺഗെറസിനെ കണ്ടപ്പോൾ പേടിച്ചുപോയി. അവരുടെ ഭീകരമായ രൂപവും അളവറ്റ ശക്തിയും യുറാനസിനെ അസ്വസ്ഥനാക്കി. അവർ തന്നെ ഒരു ദിവസം തോൽപ്പിക്കുമോ എന്ന് യുറാനസ് ഭയന്നു. അങ്ങനെ യുറാനസ് ഒരു മോശം തീരുമാനമെടുത്തു. തന്റെ മക്കളായ ഹെക്കറ്റോൺഗെറസിനെ ഭൂമിക്കടിയിലെ ഏറ്റവും ഇരുണ്ടതും ആഴമേറിയതുമായ തർത്താരസ് എന്ന സ്ഥലത്തേക്ക് തടവിലാക്കി. തർത്താരസ് എന്നാൽ ഒരു വലിയ കിണർ പോലെ. അവിടെ വെളിച്ചമോ രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. ഹെക്കറ്റോൺഗെറസ് വർഷങ്ങളോളം തർത്താരസിൽ തടവിലായിരുന്നു. അവർക്ക് ലോകം കാണാനോ ആരെയും സഹായിക്കാനോ കഴിഞ്ഞില്ല. അവർ ദുഃഖിതരും ഒറ്റപ്പെട്ടവരുമായിരുന്നു. എന്നാൽ അവരുടെ അമ്മയായ ഗയയ്ക്ക് മക്കളെ ഓർത്ത് വലിയ വിഷമമുണ്ടായിരുന്നു. അതേസമയം യുറാനസിന്റെ ഭരണം ക്രൂരമായിക്കൊണ്ടിരുന്നു. യുറാനസിന്റെ മറ്റു മക്കളായ ടൈറ്റന്മാർ പോലും അദ്ദേഹത്തെ വെറുക്കാൻ തുടങ്ങി. ഒടുവിൽ ടൈറ്റന്മാരിൽ ഏറ്റവും ഇളയവനായ ക്രോണസ് തന്റെ അമ്മ ഗയയുടെ സഹായത്തോടെ യുറാനസിനെ തോൽപ്പിക്കാൻ തീരുമാനിച്ചു. ക്രോണസ് യുറാനസിനെ തോൽപ്പിച്ച് അധികാരം പിടിച്ചെടുത്തു. അങ്ങനെ ടൈറ്റന്മാർ ലോകം ഭരിക്കാൻ തുടങ്ങി. എന്നാൽ ക്രോണസ് തന്റെ അച്ഛനെ പോലെ തന്നെ ക്രൂരനായിരുന്നു. തർത്താരസിൽ തടവിലാക്കപ്പെട്ട ഹെക്കറ്റോൺഗെറസിനെ അവൻ മോചിപ്പിച്ചില്ല. വർഷങ്ങൾ വീണ്ടും കഴിഞ്ഞു. ക്രോണസിന്റെ മകനായ സ്യൂസ് ജനിച്ചു. ക്രോണസിന് തന്റെ മക്കൾ തന്നെ തോൽപ്പിക്കുമെന്ന് ഒരു ഭയമുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ തന്റെ മക്കളെയെല്ലാം വിഴുങ്ങാൻ തുടങ്ങി. എന്നാൽ സ്യൂസിനെ അവന്റെ അമ്മയായ റിയ രക്ഷപ്പെടുത്തി. സ്യൂസ് വളർന്നു വലുതായപ്പോൾ തന്റെ സഹോദരങ്ങളെ ക്രോണസിന്റെ വയറ്റിൽ നിന്ന് രക്ഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ സ്യൂസും ക്രോണസും തമ്മിൽ ഒരു വലിയ യുദ്ധം തുടങ്ങി. ഇത് ടൈറ്റനോമാച്ചി എന്ന പേരിൽ അറിയപ്പെട്ടു, അതായത് ടൈറ്റന്മാരുടെ യുദ്ധം. ഈ യുദ്ധം ഒരുപാട് കാലം നീണ്ടിരുന്നു. സ്യൂസും അവന്റെ സഹോദരങ്ങളും ശക്തരായിരുന്നു, എന്നാൽ ടൈറ്റന്മാർക്ക് വലിയ ശക്തിയുണ്ടായിരുന്നു. യുദ്ധം ആർക്കും ജയിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. അപ്പോൾ സ്യൂസിന്റെ അമ്മയായ റിയ അവനോട് തർത്താരസിൽ തടവിലാക്കപ്പെട്ട ഹെക്കറ്റോൺഗെറസിന്റെ കാര്യം പറഞ്ഞു. അവരെ മോചിപ്പിച്ചാൽ അവർക്ക് യുദ്ധത്തിൽ വലിയ സഹായം ചെയ്യാൻ കഴിയുമെന്ന് റിയ സ്യൂസിനോട് പറഞ്ഞു. സ്യൂസ് തന്റെ അമ്മയുടെ വാക്ക് കേട്ടു. അവൻ തർത്താരസിലേക്ക് പോയി ഹെക്കറ്റോൺഗെറസിനെ മോചിപ്പിച്ചു. 100 കൈകളും 50 തലകളുമുള്ള ആ ഭീമാകാരന്മാർക്ക് വലിയ സന്തോഷമായി. അവർ സ്യൂസിനോട് നന്ദി പറയുകയും അവനെ സഹായിക്കാൻ തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തു. ഹെക്കറ്റോൺഗെറസ് സ്യൂസിന്റെ കൂടെ യുദ്ധത്തിൽ ചേർന്നു. 100 കൈകളിൽ ഓരോ പാറക്കല്ലും പിടിച്ച് അവർ ടൈറ്റന്മാർക്ക് നേരെ എറിഞ്ഞു. 50 തലകളിൽ നിന്ന് തീയും ഇടിമിന്നലും ശബ്ദവും പുറപ്പെട്ടു. അവരുടെ ശക്തി കണ്ട ടൈറ്റന്മാർ പേടിച്ചുപോയി. ഹെക്കറ്റോൺഗെറസിന്റെ സഹായം സ്യൂസിന് വലിയൊരു മുതൽക്കൂട്ടായിരുന്നു. അവർ ഒറ്റയ്ക്ക് തന്നെ ഒരുപാട് ടൈറ്റന്മാരെ തോൽപ്പിച്ചു. ഒടുവിൽ സ്യൂസും കൂട്ടരും ടൈറ്റന്മാരെ യുദ്ധത്തിൽ തോൽപ്പിക്കുകയും ക്രോണസിനെ തർത്താരസിലേക്ക് തടവിലാക്കുകയും ചെയ്തു. യുദ്ധം കഴിഞ്ഞപ്പോൾ സ്യൂസ് ഒളിമ്പസ് പർവ്വതത്തിലെ പുതിയ രാജാവായി മാറി. അവൻ തന്റെ ദൈവങ്ങളെയും സഹോദരങ്ങളെയും ഒളിമ്പസിൽ താമസിക്കാൻ അനുവദിച്ചു. എന്നാൽ ഹെക്കറ്റോൺഗെറസിനെ സ്യൂസ് വെറുതെ വിട്ടില്ല. സ്യൂസ് ഹെക്കറ്റോൺഗെറസിനോട് തർത്താരസിന്റെ കാവൽക്കാരായിരിക്കാൻ ആവശ്യപ്പെട്ടു. അവർക്ക് തർത്താരസിൽ നിന്ന് പുറത്തുവരാൻ സാധിക്കില്ലായിരുന്നു. എന്നാൽ അവിടെയുള്ള ക്രോണസിനെയും മറ്റ് ടൈറ്റന്മാരെയും പുറത്തുവരാൻ അനുവദിക്കാതെ കാവൽ നിൽക്കുക എന്നതായിരുന്നു അവരുടെ ജോലി. അങ്ങനെ ഹെക്കറ്റോൺഗെറസ് തർത്താരസിന്റെ വിശ്വസ്തരായ കാവൽക്കാരായി മാറി. അവർക്ക് ഇനിയൊരിക്കലും ലോകം കാണാൻ സാധിക്കില്ലായിരുന്നു. പക്ഷെ അവർക്ക് അവരുടെ ശക്തിയും ധീരയും ഉപയോഗിച്ച് ഒരു പ്രധാനപ്പെട്ട ജോലി ചെയ്യാൻ കഴിഞ്ഞു. അവർ സ്യൂസിന്റെ വിജയത്തിന് ഒരു പ്രധാന കാരണമായിരുന്നു. കുട്ടികളെ, ഹെക്കറ്റോൺഗെറസിന്റെ ഈ കഥയിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങളും പഠിക്കാൻ സാധിക്കും. ഒരുപാട് കഴിവുകളുണ്ടായിട്ടും രൂപം കണ്ടിട്ട് മാത്രം ആളുകളെ വിധിക്കരുത്. അതുപോലെ നമ്മളെ സഹായിച്ചവരോട് നന്ദിയുള്ളവരായിരിക്കണം. ഈ കഥയിൽ നിന്ന് നമുക്ക് ക്ഷമയെക്കുറിച്ചും പഠിക്കാം. ഹെക്കറ്റോൺഗെറസ് വർഷങ്ങളോളം തടവിൽ കിടന്നു. എന്നാൽ അവസാനം അവർക്ക് നീതി ലഭിച്ചു. എല്ലാ വിഷമങ്ങളും ഒരു ദിവസം അവസാനിക്കുമെന്ന് ഈ കഥ നമുക്ക് ഓർമ്മിപ്പിക്കുന്നു. ഓർക്കുക, ഹെക്കറ്റോൺഗെറസ് ഭീകരരൂപികളായിരുന്നെങ്കിലും അവർ നല്ലവരും വിശ്വസ്തരുമായിരുന്നു. അവരുടെ ശക്തിയും ധീരയും ലോകത്തിന് ഒരുപാട് സഹായം ചെയ്തു. ഈ പുരാതന കഥയിലൂടെ ഗ്രീക്ക് ജനതയുടെ വിശ്വാസങ്ങളും അവരുടെ ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഗ്രീക്ക് പുരാണങ്ങൾ ഇന്നും ഒരുപാട് ആളുകൾക്ക് പ്രചോദനമാണ്. ഈ കഥകൾ നമ്മുടെ ഭാവനയെ ഉണർത്തുകയും പുതിയ ലോകങ്ങൾ കാണാൻ സഹായിക്കുകയും ചെയ്യുന്നു.
ഹെക്കറ്റോൺഡെറിസിനെ കുറിച്ചുള്ള ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനിയും ഇതുപോലെയുള്ള രസകരമായ കഥകളുമായി ഞാൻ വരും.